അങ്ങനെയും വേണമെങ്കിൽ സംശയിക്കാം. പക്ഷേ അവള് പിന്നെ എന്തിനാ എന്നെ രക്ഷിച്ചത്? ചത്ത് തൊലയട്ടെ എന്ന് വിചാരിക്കാറുന്നല്ലോ. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചേ. ചേച്ചി പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായി. ഞാൻ തലപോകുഞ്ഞ് ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ആരോ അതിവിദഗ്ധമായി നമുക്കെതിരെ ചരട് വലിക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്നൊക്കെ ആരോ ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്ലാൻ ഇങ്ങനെ ഫ്ലോപ്പായേ. ഈ രഹസ്യം എനിക്കും ചേച്ചിക്കും അല്ലാതെ മൂന്നാമതൊരാൾക്ക് അറിയില്ലല്ലോ. പിന്നെങ്ങനെ വിശാലിനെ കത്തിക്കാൻ പോയിട്ട് ചേച്ചിയുടെ സാരിയിൽ തീ പിടിച്ചു? ആ ഈ സാരി ഞാൻ എവിടെയല്ലല്ലോ വെച്ചിരുന്നേ. ഇതെങ്ങനെ താഴെ വന്നു? ഈ മുറിയിലേക്ക് ആരെങ്കിലും വന്നോ? അതോ എനിക്ക് തോന്നിയതാണോ? എന്റെ റൂമിൽ കയറി എനിക്ക് പണി തന്നവനെ ഞാൻ വെറുതെ വിടില്ല. അവൻ ആരായാലും ശരി, ഈ പ്രഭാവതി അവനെ കണ്ടെത്തിയിരിക്കും. എന്നിട്ട് അവനെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. എന്തോ ചേച്ചി? ചാരി ഇരുന്നോ, ഞാൻ വീശി തരാം. ചാരി ഇരിക്കേ. എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. കള്ളം പറയാൻ നിൽക്കണ്ട. ആ മുഖം കണ്ട എനിക്കറിയാം. എന്തു പറയാനാ മണിക്കുട്ടാ, വിശാൽ സാറിന്റെ പിറന്നാള് ഭംഗിയായിട്ട് നടന്നെങ്കിലും ആരോ കണ്ണു വെച്ച പോലെ ആകെ അലങ്കോലായി. എങ്ങനെ അലങ്കോലായി പാറു? എന്താ ഉണ്ടായത്? അത് പിന്നെ പ്രഭാവതി അമ്മയുടെ സാരിക്ക് തീ പിടിച്ചു. എങ്ങനെയാന്നറിയില്ല, കഷ്ടിച്ച അമ്മ രക്ഷപ്പെട്ടത്. അത് ഓർക്കുമ്പോ ഇപ്പോഴും എനിക്ക് പേടി തോന്നുക മണിക്കുട്ടാ. ആ ശല്യം അതോടെ തീരുമായിരുന്നു. എന്തിനാ പാർവതി നീ പോയി പ്രഭാവതിയെ രക്ഷിച്ചത്? ഈ പ്രഭാവതിയല്ലേ നിന്നെ ദ്രോഹിക്കുന്നത്? എന്നിട്ട് ആ പ്രഭാവതിക്ക് ഒന്നും സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവളെ പോയി രക്ഷിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പാറു. നീ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ആ പ്രഭാവതി ചത്തു തൊലനേനെ. അങ്ങനെയൊന്നും പറയല്ല മണിക്കുട്ടാ. നമ്മളെ ദ്രോഹിക്കുന്നവരെയും നമ്മളെ സഹായിക്കണം. അല്ലെങ്കിൽ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഈ പ്രഭാവതി പാർവതിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടോ മണിക്കുട്ടാ? ഞാൻ വന്ന് കേറിയ ദിവസം തന്നെ ആ പ്രഭാവതിയെ ശ്രദ്ധിച്ചതാ. പ്രഭാവതി ആ താടക ഈ പാറുവിനെ ചെയ്യാതായിട്ട് ഒന്നുമില്ല. അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് മുത്തശ്ശ. പിന്നെ പ്രഭാവതിനെ മുത്തശ്ശൻ വിളിക്കുമ്പോ സ്വന്തം വൈഫിനെ വിളിക്കുന്ന ഒരു ടോണാണല്ലോ. അതെന്താ? എനിക്കെങ്ങനെ തോന്നി. മണിക്കുട്ടാ, മുത്തശ്ശനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ? പ്രഭാവതി അമ്മയുടെ പേര് പറഞ്ഞ് കളിയാക്കാമോ? നല്ല തല്ല് കിട്ടാത്തതിന്റെ കുറവാ നിനക്ക്. നീ ഇങ്ങനെയാ പാറു, നിന്നെ തിരുത്താൻ കഴിയില്ല. എങ്കിലും പറയാ, നിനക്ക് നിന്റെ വില അറിയില്ല. കസ്തൂരിമാൻ അതിന്റെ മണം അന്വേഷിച്ച് നടക്കുന്ന പോലെ നിന്റെ കാര്യം. ഇനി എഴുതി വെച്ചോ, ആ മാജിക് ബോക്സിന്റെ പേരിലായിരിക്കും പ്രഭാവതി നിന്നെ ദ്രോഹിക്കാൻ പോകുന്നത്. മാജിക് ബോക്സോ? എന്താ അത്?
മാജിക് ബോക്സ് എന്ന് പറഞ്ഞപ്പോ തന്നെ മുത്തശ്ശന്റെ ഒരു ഇളക്കം കണ്ടില്ലേ? കാഴ്ചയില്ലെങ്കിലും മാജിക് ബോക്സ് എന്താണെന്നറിയാൻ മുത്തശ്ശന് മോഹമുണ്ടല്ലേ? പാർവതി, എന്താ മോളെ ഈ മാജിക് ബോക്സ്? നീ അത് കണ്ടിട്ടുണ്ടോ? അത് പിന്നെ മുത്തശ്ശ, ഞാൻ ഗായത്രിയമ്മയുടെ പഴയ കുറച്ച് സാധനങ്ങൾ വൃത്തിയാക്കിയപ്പോ നല്ല ഭംഗിയുള്ള ഒരു പെട്ടി കിട്ടി. അതേപ്പറ്റിയാ മണിക്കുട്ടൻ പറയുന്നത്. മോളെ, അത് എവിടെ ഇരിക്കുന്നു പാർവതി? എനിക്കൊന്ന് കാണാൻ കൊതിയാവുന്നു. ഒന്ന് കാണാൻ പറ്റുമോ? മുത്തശ്ശൻ എങ്ങനെ കാണും? കണ്ണു കാണാത്ത മുത്തശ്ശൻ മാജിക് ബോക്സ് എന്താണെന്നറിയോ? മണിക്കുട്ട, ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് തൊട്ടു നോക്കാനാ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മാജിക് ബോക്സ് തൊട്ടു നോക്കിയിട്ടില്ല. മോളെ, അത് എവിടെ ഇരിക്കുന്നു പാർവതി? അതോ അത് ഞാൻ ചെറിയമ്മയുടെ കയ്യിൽ കൊടുത്തു മുത്തശ്ശ. ആണോ? നിന്റെ ചെറിയമ്മയുടെ കയ്യിൽ നിന്ന് ഒന്ന് വാങ്ങിക്കൊണ്ടുവാ മോളെ. എനിക്ക് ആ മാജിക് ബോക്സിൽ ഒന്ന് തൊടണം. തൊട്ടാ മാത്രം മതി. പ്ലീസ് മോളെ. എന്താ പറ്റി മുത്തശ്ശന് മാജിക് ബോക്സിനോട് ഇത്ര പ്രിയം? മാജിക് ബോക്സ് അടിച്ചു മാറ്റാൻ വല്ല ഉദ്ദേശമുണ്ടോ മുത്തശ്ശ? ദേ, ഞാൻ പറഞ്ഞു നിന്നോട് മുത്തശ്ശനോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന്. നോക്കിക്കോ, ഒരു കൊച്ചു വടിവെട്ടി വെക്കുന്നുണ്ട് ഞാൻ. ഇനി നീ കൊച്ചു വായിൽ വലിയ വർത്താനം പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് നല്ല കൊച്ചടിയും കിട്ടും നിനക്ക്. വാ ഇങ്ങോട്ട്. മാജിക് ബോക്സ്. യെസ്. ഓഫാക്കണ്ട. സിറ്റുവേഷനെ മാച്ച് ആവുന്നുണ്ട്. നീ പാട്ടും കേട്ടിരുന്നു. എന്റെ പൊന്ന് ജാസ്മിൻ, നീയും ആ പാർവതി പോലെ പൈങ്കിളിയായോ? എടി, നിന്റെ ബോൾനെസ് ഒക്കെ എവിടെ? പണയം വെച്ചോ? എന്ത് പറ്റി ജാസ്മിൻ നിനക്ക്? അതാ ആന്റി എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഞാൻ ജനിച്ചത് എവിടെ, ആ പാർവതി ജനിച്ചത് എവിടെ? സ്വർണ്ണക്കരണ്ടിയിലെ മിൽക്ക് കുടിച്ചവളാ ഞാൻ. അവളോ ആ പാർവതി? സ്പൂൺ തന്നെ കാണുന്നത് ഇവിടെ വന്നിട്ടാ. ആന്റിക്കറിയോ എന്റെ ചെരുപ്പിന്റെ വില എത്രയാണെന്ന്? അത് അവളറിഞ്ഞാലേ ഞെട്ടും. ഞാൻ ഇടുന്ന ഡ്രസ്സുകളുടെ പ്രൈസ് കേട്ടാ പാർവതി ഷോക്കേറ്റ് ചാവും. അങ്ങനെയുള്ള അവള് എന്നെ കറിവേപ്പില കണക്ക് ഒതുക്കി കളഞ്ഞില്ല ആന്റി. നിന്റെ മനസ്സിന്റെ നിറ്റൽ എനിക്ക് മനസ്സിലാവും ജാസ്മിൻ. കാരണം നമ്മൾ രണ്ടാളും ഒരേ കപ്പലിൽ സഞ്ചരിക്കുന്നവരാ. പാർവതി എന്ന പൊതുശത്രുവിനെ ഇവിടെ നോടിച്ചാലേ നമ്മുടെ കപ്പൽ സേഫായി കരയ്ക്കടുപ്പിക്കാൻ പറ്റൂ. എനിക്കതല്ല ആന്റി സങ്കടം. പാർവതിയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് കാണുമ്പോഴാ. ഒന്ന് ആലോചിച്ച് നോക്ക ആന്റി. വിശാലിന്റെ വൈഫ്, ഗായത്രി ദേവിക്കും ഗോപിനാഥനും മരുമകള്, എത്രയോ കോടി രൂപയ്ക്ക് അവകാശി. അവളൊന്ന് വിരൽ ഞൊടിച്ചാൽ ഓടി വരാൻ ആയിരങ്ങളാ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ആന്റി? വെറും കുഗ്രാമത്തിൽ നിന്ന് വന്ന പിച്ചക്കാരി പാർവതിക്ക്. ജാസ്മിൻ, അല്ലെങ്കിലും കൈമണിയടിക്കാൻ മിടിക്കിയ പാർവതി. അവളെ കുലസ്ത്രീ കളിച്ച ഈ വീട്ടിൽ കയറി പറ്റിയത്. ഉള്ളി കളങ്കമില്ലാത്ത നമുക്ക് അതൊന്നും വശമില്ലല്ലോ. എത്ര കൺട്രോൾ ചെയ്തിട്ടും എനിക്ക് പറ്റുന്നില്ല ആന്റി. അവൾ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കേണ്ടതേ ഞാനാ, ഈ ജാസ്മിൻ. ആ പാർവതിക്ക് എന്ത് യോഗ്യതയുണ്ട് ആന്റി? എന്റെ സൗന്ദര്യമുണ്ടോ അവൾക്ക്? എന്റെ അത്ര പഠിപ്പും വിവരമുണ്ടോ? അവൾ ഈ സ്വത്തൊക്കെ അനുഭവിക്കുന്നത് കണ്ടിട്ട് ഞാൻ കൈയടിക്കണോ? ഇങ്ങനെ സഹിക്കും ആന്റി ഞാൻ? ഇത് കുട്ടിച്ചാത്തൻ സേവ തന്നെയായിരിക്കും ജാസ്മിൻ.
പാർവതി ചാത്തനെ വെച്ചാ കളിക്കുന്നത്. അല്ലെങ്കിൽ സ്വിച്ച് ഇട്ട പോലെ ഇവൾക്ക് കോടീശ്വരിയാവാൻ പറ്റുമോ? ഈ വീട്ടിലെല്ലാവരെയും ഇത്ര പെട്ടെന്ന് മയക്കാൻ പറ്റുമോ? എല്ലാം കൺകെട്ട ജാസ്മിൻ. ദേ, എന്റെ ലൈഫ് ട്രാജഡിയെ കോമഡി ആക്കല്ലേ പ്ലീസ്. ഒരു കുട്ടിച്ചാത്തനും കൺകെട്ടും. സത്യത്തെ ആന്റി അമേരിക്കന്ന് തന്നെയാണോ വന്നത്, അതോ കുതിരവട്ടത്തുനിന്നോ? ജാസ്മിൻ, പാർവതിയുടെ കെട്ടിലമ്മ ഭാവം കാണുമ്പോഴേ നിന്റെ ഉള്ളിൽ കത്തുന്ന തീയുടെ 1000 മടങ്ങാ എന്റെ ഉള്ളിൽ കത്തുന്നത്. അവള് ഗായത്രി ദേവിയുടെ ഡ്യൂപ്പാണെന്നാ അവളുടെ വിചാരം. എന്റെ ബ്രദറിന് ബുദ്ധിയില്ലാതെ പോയി. മൊത്തം സ്വത്തും അവളുടെ പേരിൽ എഴുതി വെച്ചിട്ട് കയ്യും കാലും അനങ്ങാതെ കിടപ്പായി. ഇപ്പൊ വിശാലും പാർവതിയുടെ പാവാട ചരടിലായി. നിന്റെ അവസ്ഥ തന്നെയാ ജാസ്മിൻ എനിക്കും. എന്ത് ചെയ്യണമെന്നറിയില്ല. നീ നിന്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്നു, ഞാനത് പ്രകടിപ്പിക്കുന്നില്ല. അത്രേ ഉള്ളൂ നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഈ പാർവതിയെ പഞ്ഞിക്കിടാൻ ഒരു വഴിയില്ല ആന്റി. എത്രയോ പേർക്ക് പണി കൊടുത്തവളാ ഈ സുശീല. എനിക്കല്പം സമയം താ ജാസ്മിൻ, ഞാൻ കാണിച്ചു തരാം കളി. പാർവതി അധികം നാള് നെഗളിക്കില്ല, കണ്ടോ? അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ തുരത്തും. വേണ്ടി വന്നാ ഈ ഭൂമിന്ന് തന്നെ അവളെ ഞാൻ തുടച്ചു നീക്കും. വെറുതെ മനുഷ്യനെ പറ്റിക്കാനായിട്ട് ഓരോന്ന് അച്ചടിച്ചു വെക്കും. കഴിഞ്ഞ മാസത്തെ വാരഫലം നാളുകൾ മാറ്റിമറിച്ച് ഈ മാസം അച്ചടിച്ചു വിടും. ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ഞാൻ എങ്ങനെ ചോദിക്കും? ആ മാജിക് ബോക്സ് തിരിച്ചു ചോദിക്കുമ്പോ ചെറിയമ്മ എന്ത് വിചാരിക്കും? ആ, ഇതാരാ പാർവതിയോ? എന്താ ഈ വഴിക്ക്? ഈ നേരത്ത് പതിവില്ലാത്ത വരവാണല്ലോ. കേറി വാ. ചെറിയമ്മയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ വേണോ? എനിക്കൊന്നും വേണ്ട. എന്നാ കുടിക്കാൻ ജ്യൂസോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? അല്ല, എന്റെ ആവശ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ആദ്യം നിന്റെ ആവശ്യം എന്താണെന്ന് പറയേ. ഈ നിൽപ്പും ഭാവമൊക്കെ കണ്ടാ അറിയാലോ എന്തോ ഉണ്ടെന്ന്. പറയേ. അത് പിന്നെ ഞാനേ അന്ന് ഒരു ചെറിയ തടിപ്പെട്ടി ചെറിയമ്മ ഏൽപ്പിച്ചിരുന്നത് ഓർമ്മയില്ലേ? ആ മാജിക് ബോക്സ് ആണോ? ആ അതന്നെ. ആ മാജിക് ബോക്സ് എനിക്ക് തിരിച്ചു തരാമോ? അതിനെന്താ, തരാലോ. അല്ല, നിനക്കിപ്പ എന്തിനാ ആ ബോക്സ്? പാട്ട് കേൾക്കാനാ? അതെനിക്ക് വേണ്ടിയല്ല ചെറിയമ്മേ, മുത്തശ്ശന് വേണ്ടിയാ. ഞാൻ ആ മാജിക് ബോക്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഒന്ന് കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. കാണണമെന്ന് പറഞ്ഞോ? കാഴ്ചയില്ലാത്ത അദ്ദേഹം എങ്ങനെ കാണാനാ? അല്ല, കാണണം എന്നല്ല, തൊട്ടു നോക്കണം എന്നാ പറഞ്ഞത്. അതിനിപ്പോ ഒറിജിനൽ ബോക്സ് തന്നെ വേണമെന്ന് അയക്കെന്താ ഇത്ര നിർബന്ധം? ഏതെങ്കിലും ഒരു ബോക്സിൽ തൊട്ടാ പോരെ? ഞാനപ്പോ അങ്ങനെ ആലോചിച്ചില്ല ചെറിയമ്മേ. അത് നിന്റെ മനസ്സിൽ കളങ്കമില്ലാത്തോണ്ടാ. പക്ഷേ അയാളുടെ മനസ്സിൽ കള്ള ഉള്ളതുപോലൊരു തോന്നൽ. അല്ലെങ്കിൽ ആ മാജിക് ബോക്സിൽ തൊട്ടു നോക്കണമെന്ന് അയാൾ പറയില്ലായിരുന്നു. പാർവതി, ശരിക്കും ഈ ചന്ദ്രശേഖരൻ ആരാ? അയാളെ നിനക്ക് എവിടുന്നാ കിട്ടിയത്? അദ്ദേഹം ആരാണെന്നൊന്നും എനിക്കറിയില്ല. വഴി വെച്ച് കണ്ടപ്പോ പാവം തോന്നി ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാ.
എന്താണ് ചെറിയമ്മയും പാർവതിയും തമ്മിൽ ഒരു രഹസ്യ ചർച്ച? ഒരു രഹസ്യവും ഞങ്ങള് തമ്മിൽ സംസാരിക്കുന്നത് രഹസ്യമാണെന്ന് തോന്നാൻ എന്താ കാരണം? അല്ല, സാധാരണയായി പാർവതി ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. നീ പാർവതി അന്വേഷിച്ചിറങ്ങിയതാണോ? ദാ നിൽക്കുന്നു, കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ. ഇത് അമ്മ എനിക്ക് തന്ന മാജിക് ബോക്സ് അല്ലേ? ഇതെങ്ങനെ ചെറിയമ്മയുടെ കയ്യിൽ വന്നു? നിന്റെ റൂമിലിരുന്ന പ്രഭാവതി ഇത് നശിപ്പിച്ചു കളയെന്ന് പറഞ്ഞ് പാർവതിയാ ഇതെന്നെ ഏൽപ്പിച്ചത്. ഇത് തിരിച്ചു മേടിക്കാനാ പാർവതി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇതിൽ തൊട്ടപ്പോ തന്നെ അമ്മയുടെ ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. ഈ ബോക്സേ ഇപ്പൊ പാർവതിക്ക് എന്തിനാ? എടാ, ആ ചന്ദ്രേട്ടനില്ലേ, കണ്ണു കാണാത്ത, അയാൾക്ക് ഈ ബോക്സിലൊന്ന് തൊട്ടു നോക്കണമെന്ന്. എന്തിന്? ഈ ബോക്സിനെ പറ്റി അയാൾക്ക് എങ്ങനെ അറിയാം? അതൊന്നും എനിക്കറിയില്ല. നിനക്കും അറിയില്ലേ പാർവതി? ഞാൻ ഈ ബോക്സിനെ പറ്റി പറഞ്ഞപ്പോ ഒന്ന് തൊട്ടു നോക്കണമെന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഞാനിത് മുത്തശ്ശനെ കാണിച്ചിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു കൊണ്ടുവരാം. നീയേ ഇത് തിരിച്ചു കൊണ്ടുവരണ്ട, ഇത് നീ തന്നെ സൂക്ഷിച്ചു വെച്ചാ മതി. ശരി സർ. നീ എന്തിനാ അത് പാർവതി തന്നെ സൂക്ഷിച്ചാ മതി എന്ന് പറഞ്ഞത്? അതിനുള്ളിലുള്ള രഹസ്യം എന്താണെന്നറിയാൻ നിനക്ക് താല്പര്യമില്ലേ? അതിനൊരു കാരണമുണ്ട് ചെറിയമ്മേ. അതെന്താണെന്ന് എല്ലാരും അറിയുമ്പോ ഈ വീട്ടിനകത്തൊരു ഭൂകമ്പം തന്നെ ഉണ്ടായേക്കാം. നമുക്കേ അത് കാത്തിരുന്ന് കാണാം. മനസ്സിൽ കള്ള ഉള്ളതുപോലൊരു തോന്നൽ. അല്ലെങ്കിൽ ആ മാജിക് ബോക്സിൽ തൊട്ടു നോക്കണമെന്ന് അയാൾ പറയില്ലായിരുന്നു. പാർവതി, ശരിക്കും ഈ ചന്ദ്രശേഖരൻ ആരാ? അയാളെ നിനക്ക് എവിടുന്നാ കിട്ടിയത്? മുത്തശ്ശ, ഇതാ മുത്തശ്ശ ഞാൻ പറഞ്ഞ മാജിക് പെട്ടി. ഞാൻ തേടിയലഞ്ഞ മാജിക് ബോക്സ് ഇന്നിതാ എന്റെ കയ്യിലിരുന്ന് തുടിക്കുന്നു. ഇതിൽ ഞാൻ എന്റെ ഗായത്രി അമ്മയുടെ സ്പന്ദനം അറിയുന്നു. ഈ മാജിക് ബോക്സിന് നല്ല പഴക്കമുണ്ടല്ലേ മോളെ? അതെ മുത്തശ്ശ, നല്ല പഴക്കമുണ്ട്. ദേവമ്മ അവസാനമായിട്ട് വിശാൽ സാറിന് നൽകിയ സമ്മാനം ഇത്. ഈ മാജിക് ബോക്സ് ഭദ്രമായിട്ട് വീട്ടിലെത്തിക്കണമെന്നായിരുന്നു ദേവമ്മയുടെ ആഗ്രഹമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഭദ്രമായി സൂക്ഷിക്കാൻ ഗായത്രിയമ്മ പറഞ്ഞത് എന്നോടാ. ഇത് കൊണ്ടുകളഞ്ഞ മഹാപാപി ഞാനാ. എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇത് എന്റെ കയ്യിൽ തന്നെ വന്നിരിക്കുന്നു. ഗായത്രിയമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ മാജിക് ബോക്സ് മാത്രം വീട്ടിലെത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ പാറു.
എന്തുണ്ടാവാനാ മണിക്കുട്ട? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാറു, ഒന്ന് ചിന്തിച്ചു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. നീ തന്നെ പറ മണിക്കുട്ട, എന്താ അതിലുള്ളത്? ഈ മാജിക് ബോക്സിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. നമുക്കറിയാത്ത രഹസ്യം, ഈ വീടിന് വേണ്ട രഹസ്യം. അതുകൊണ്ടാണ് ഗായത്രി അമ്മ മരിക്കുന്നതിന് മുമ്പ് ഇതിവിടെ എത്തിക്കാൻ പറഞ്ഞത്. അതെന്റെ തെറ്റായിരുന്നു. അമ്മയുടെ ആഗ്രഹം എനിക്ക് നിറവേറ്റാനായില്ല. ഈ മാജിക് ബോക്സ് ഭദ്രമായി സൂക്ഷിക്കാനായില്ല. അതിന് ഞാൻ കൊടുത്ത വില എന്റെ ജീവിതമായിരുന്നു. മുത്തശ്ശ, ഈ മാജിക് ബോക്സില് എന്താണെന്ന് ഊഹിച്ചു പറയാൻ പറ്റുമോ? ഊഹിച്ചു പറയാൻ മുത്തശ്ശൻ കേമനാണല്ലോ. അമ്മയുടെ വയസ്സ്, ഫോട്ടോയുടെ പഴക്കം, ഇതൊക്കെ മുത്തശ്ശൻ ഊഹിച്ചല്ലേ പറഞ്ഞത്? പാർവതി, ഈ മാജിക് ബോക്സിലെ രഹസ്യത്തിന് ജീവന്റെ വിലയാ. അതൊരു പ്രാണരഹസ്യോ മോളെ, പ്രാണരഹസ്യം.